തിരുവനന്തപുരം വർക്കല ക്ലിഫിൽ റിസോർട്ടിൽ തീപിടുത്തം. ബ്രിട്ടീഷ് പൗരന് പൊള്ളലേറ്റു. 3 മുറികൾ പൂർണ്ണമായി കത്തിനശിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. The fire time you are here? Yeah. The building was on fire. I came out of my room and there was fire all around my door. And I just panicked and got my phone and I had to break down the fence to get out because everything was on fire. I kind of burned my hand a bit. Okay. Some plastic. The kail പൊള്ളിട്ടുണ്ട് കേട്ടോ. And the plastic ഉണ്ടപ്പോൾ തന്നെ ഓടി. That with plastic. And then I had to break the wall down because everything was on fire. MG പ്രതീഷ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഇത് എങ്ങനെയാണ് തീപിടുത്തമുണ്ടായത്? നിസ്സാര പൊള്ളലേറ്റു എന്നാണോ ഈ ബ്രിട്ടീഷ് പൗരൻ, അതോ സാരമായ പരിക്കുണ്ടോ പ്രതീഷ്? ഉന്മേഷ, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയാണ് വർക്കല ക്ലിഫ് പരിസരത്തുള്ള റിസോർട്ടിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. ഈ റിസോർട്ടിന് സമീപത്ത് റിസോർട്ടിലെ തന്നെ ജീവനക്കാർ ചവറ് കൂട്ടിയിട്ട് കത്തിച്ചിരുന്നു എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ ചവറുകൂനയിൽ നിന്ന് തീ റിസോർട്ടിലേക്ക് പടരുകയായിരുന്നു. വലിയ കാറ്റ് ആ സമയത്ത് ആ പ്രദേശത്തുണ്ടായിരുന്നുവെന്ന് ദൃക്സാക്ഷികളും പറയുന്നുണ്ട്. അങ്ങനെയാണ് റിസോർട്ടിലേക്ക് തീ പടരുകയും അത് വലിയ തീപിടുത്തമായി മാറുകയും ചെയ്തത്. റിസോർട്ടിൽ ആ സമയത്ത് ആളുണ്ടായിരുന്നു. ഈ ബ്രിട്ടീഷ് പൗരൻ ഈ മുറിയിൽ ഉണ്ടായിരുന്ന സമയത്താണ് തീപിടുത്തം ഉണ്ടായത്. തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതിനിടയ്ക്കാണ് കൈക്ക് ചെറിയ പൊള്ളലേറ്റിട്ടുള്ളത്. ഈ നിസ്സാരമായ പൊള്ളലാണ് ബ്രിട്ടീഷ് പൗരന് ഏറ്റിട്ടുള്ളത്. മറ്റ് വലിയ ഗുരുതരമായ പരിക്കുകൾ ഒന്നും തന്നെ ഇല്ല. ഈ 3 മുറികളാണ് റിസോർട്ടിൽ ഉണ്ടായിരുന്നത്. ഈ 3 മുറികൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഈ വർക്കലയിൽ നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ്. പക്ഷേ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ആ മുറിയിൽ റൂം എടുത്തിരുന്നവരുടെ, വിദേശികൾ ഉൾപ്പെടെയുള്ളവരുടെ പല വസ്തുക്കളും കത്തി നശിച്ചു എന്നതാണ് പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധന നടത്തുമെന്ന് ഫയർഫോഴ്സും അറിയിച്ചിട്ടുണ്ട്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.